കാസർഗോഡ് മഞ്ചേശ്വരത്ത് പാർട്ടി മത്സരിക്കുമെന്ന് SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസി. മഞ്ചേശ്വരത്ത് SDPIക്ക് ജനകീയ അടിത്തറ വിപുലമാണ്. BJP ജയിക്കാതിരിക്കാൻ പല ഘട്ടങ്ങളിലും സമീപനം സ്വീകരിച്ചിരുന്നു. SDPI മത്സരിക്കുമ്പോൾ മാത്രമാണ് ചിലർക്ക് ഭയം. BJP ഡീൽ എന്ന ആരോപണം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണെന്നും MK ഫൈസി പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരം ഞങ്ങൾക്ക് ഒരുപാട് പ്രവർത്തകരുള്ള പഞ്ചായത്ത് മെമ്പർമാരുള്ള ജനകീയ അടിത്തറ വികസിപ്പിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു പ്രദേശം. അവിടെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എവിടെ മത്സരിക്കണം എവിടെ മത്സരിക്കരുത് എന്ന് തീരുമാനിക്കുന്നത് ആ പാർട്ടി. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ചില ഇളവുകൾ ചില പാർട്ടികൾ ജയിച്ചു കയറുന്നതിനേക്കാൾ ഉപരി ചില പാർട്ടികളെ പരാജയപ്പെടുത്താൻ, പ്രത്യേകിച്ച് പറഞ്ഞാൽ BJPയെ പരാജയപ്പെടുത്താൻ ചില നിലപാടുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു, പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞങ്ങൾ ആരോടൊപ്പമൊക്കെയാണോ നിന്നത്, അവർ പിന്നീട് BJPയെ തോൽപ്പിക്കാൻ, BJPയെ ഞങ്ങളെ തോൽപ്പിക്കാൻ BJPയോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ പിന്നെ കാണുന്നത്. ഷഫീഖ് നസറുള്ള കാസർഗോഡ് നിന്ന് ചേരുകയാണ്. ഷഫീഖ്, ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണം എന്ന് പറഞ്ഞ് SDPI ഒഴിഞ്ഞു മാറുമ്പോഴും അവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള കൃത്യമായ ശ്രമം എന്നുള്ള ആരോപണത്തിന് ഒരു പക്ഷേ വ്യക്തതയോടെ മറുപടി പറയാൻ SDPIക്ക് ആയിട്ടില്ല. മാത്രമല്ല, മഞ്ചേശ്വരത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ഗ്രൗണ്ട് നമുക്കറിയാവുന്നതാണ്. നേരിയ ഭൂരിപക്ഷത്തിന് മാത്രം ഫലം അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന ഒരു സ്ഥലം, ചാഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം. അവിടെ ഈ സമയത്ത് ഇങ്ങനെയൊരു സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി അവിടെ ഒരു ഭിന്നതയുണ്ടാക്കി BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഒരുക്കുന്നു എന്നുള്ള ആരോപണത്തിൽ നിന്ന് SDPIക്ക് പിന്നോട്ട് പോകാനും പറ്റില്ല. എന്താണ് SDPI നേതൃത്വം പറയുന്നത്? അവിടുത്തെ പ്രാദേശിക നേതൃത്വം ഇതിനൊപ്പം നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. SDPI മഞ്ചേശ്വരത്ത് മത്സരിക്കുന്നത് BJPയെ സഹായിക്കാനാണ് എന്ന ഒരു ആരോപണം ഉയർന്നിട്ടുണ്ട്. UDF പരസ്യമായി തന്നെ BJPയെ സഹായിക്കുക എന്നതാണ് SDPIയുടെ ഉദ്ദേശം എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ പല ആളുകൾ SDPI മത്സരിക്കുന്നത് BJPക്കാവും ഗുണം കിട്ടുക എന്ന രൂപത്തിൽ SDPIയുമായി സംസാരിക്കുന്നു. പക്ഷേ അവിടെ മത്സരിക്കുന്നു എന്നതാണ് SDPI എടുത്ത നിലപാട്. SDPIയെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അവർ പ്രചാരണ സമയത്ത് സൂചിപ്പിച്ചിരുന്നത് മഞ്ചേശ്വരം പഞ്ചായത്തിൽ ഭരണം പിടിച്ചെടുക്കാൻ SDPIക്ക് സാധിക്കും എന്നതാണ്. നേരത്തെ 2 വാർഡുകളിലാണ് SDPI ഉണ്ടായിരുന്നത്. അത് കൂടുതൽ വാർഡുകൾ ഉണ്ടാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ SDPIക്ക് ഒരു അംഗമുണ്ടായിരുന്നു. അത് കൂടുതൽ അംഗങ്ങളെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയും SDPIയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പക്ഷേ മുസ്ലിം ലീഗിന്റെ ശക്തമായ മത്സരവും പ്രചാരണവും അതോടൊപ്പം തന്നെ അവിടെ SDPIയെ പിന്തള്ളിക്കൊണ്ട് മുസ്ലിം ലീഗിന് കൂടുതൽ പിന്തുണ പിന്നീട് തിരിച്ചെടുക്കാൻ കഴിഞ്ഞു. കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ SDPIയെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതായി. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ ഉണ്ടായിരുന്ന അംഗം ഇത്തവണ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. മുസ്ലിം ലീഗുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് പാർട്ടിയെ സംബന്ധിച്ച് വലിയ നഷ്ടം ഉണ്ടാക്കുന്നു എന്നതാണ് അവിടുത്തെ പ്രാദേശികമായ ഒരു വികാരം. പ്രാദേശിക നേതാക്കൾക്കും പ്രവർത്തകർക്കും മുസ്ലിം ലീഗിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലടക്കം SDPIക്ക് വലിയ രൂപത്തിലുള്ള പിന്നോക്കം പോകുന്നതിന് കാരണമാവുന്നു എന്നതാണ് അവരുടെ വികാരം. അതുകൊണ്ട് മുസ്ലിം ലീഗിനെ വിജയിപ്പിക്കേണ്ടുന്ന ഒരു ബാധ്യത SDPIക്ക് ഇല്ല എന്ന ഒരു വികാരമാണ് പൊതുവെ ഇവിടെയുള്ള നേതാക്കൾ പങ്കുവെക്കുന്നത്. അത് ജില്ലാ നേതാക്കളെ അറിയിച്ചു, സംസ്ഥാന നേതാക്കളെയും പ്രാദേശികമായുള്ള വികാരം അവരെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ മുസ്ലിം ലീഗിന് ഇങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണ നൽകുന്നത് കൊണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് പാർട്ടിക്ക് ഗുണം ചെയ്യുന്നില്ല, ദോഷമാണ് ഉണ്ടാക്കുന്നത്. മാത്രമല്ല SDPIയെ തെരഞ്ഞുപിടിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഒക്കെ പരാജയപ്പെടുത്തുകയാണ് ഇവിടെയുള്ള UDF നേതൃത്വം. ഈ പറയുന്ന കാര്യങ്ങളിൽ പലതും അവിടുത്തെ പ്രാദേശികമായുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ SDPI നേതൃത്വം തന്നെ പറയുന്നു അവിടെ BJP ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. അതേ സമയത്ത് തന്നെ BJPക്ക്
ഒരു പക്ഷേ മുന്നോട്ടേക്ക് വരാൻ അവർക്ക് കുറെ കൂടി വോട്ടുകൾ സമാഹരിക്കാൻ പറ്റുന്ന തരത്തിൽ ഉള്ള ഒരു വഴിയൊരുക്കുന്നു എന്നുള്ളൊരു ആരോപണം കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. ഇതെങ്ങനെയാണ് ഇത് രണ്ടും കൂടി ചേർന്ന് പോകുന്നത് എന്നാണ് മനസ്സിലാവാത്തത്. SDPയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് അവിടെയുള്ള ഏറ്റവും വലിയ എതിർപ്പ് ഈ പ്രാദേശികമായ വിഷയങ്ങൾ തന്നെയാണ് SDPയും അതോടൊപ്പം തന്നെ അവിടെയുള്ള പ്രാദേശിക മുസ്ലിം ലീഗ് നേതാക്കളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഇത്തരമൊരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ SDPയെ സംബന്ധിച്ചിടത്തോളം അവിടെ അഷ്റഫിന്റെ അതേ സമാന പേരുള്ള ഒരാളെ മത്സരിപ്പിക്കുന്നതിന് പിന്നിൽ BJP അതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നൊരു ആരോപണം UDF ഉന്നയിക്കുന്നുണ്ട്. സമാന പേരുള്ള ഒരാളെ നേരത്തെ അഷ്റഫ് ബഡാജെ എന്നാണ് SDPയുടെ നേതൃസ്ഥാനങ്ങളിലും അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലുമൊക്കെ അഷ്റഫ് ബഡാജെ എന്ന പേരാണ് ഉപയോഗിച്ചിരുന്നത്.